അപ്പോൾ നമുക്കിവിടെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ പരിപാടിയിൽ വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ നമ്മളിവിടെ എതിരേൽക്കുകയാണ്. സാധാരണ നമുക്ക് നമ്മുടെ പ്ലേ സ്കൂളിൻ്റെ വാർഷികത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്കായിട്ട് നമുക്കിവിടെ എത്താറുള്ളത് 1-2 വിശിഷ്ടാതിഥികളാണ് നമ്മൾ എത്തിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ബമ്പർ പ്രൈസ് അടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ 7 വിശിഷ്ട വ്യക്തികളെയാണ് നമുക്ക് ഇപ്രാവശ്യത്തെ നമ്മുടെ 21ാം വാർഷികത്തിന് നമ്മുടെ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൻ്റെ പരിപാടികൾക്കായിട്ട് എത്തിയിട്ടുള്ളത്. നമ്മളേറെ സന്തോഷത്തിലാണ്. ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും വളരെ ദൂരത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ മുത്തശ്ശനടക്കമുള്ള നമ്മുടെ മൊത്തം പത്തനമാറ്റിൻ്റെ ഫാമിലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷമാണ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവർ വരാനുണ്ടാവുന്ന കാരണം നമ്മളെ ഏകദേശം ഒരു 4-5 മാസത്തെ മാത്രം പരിചയമാണ് നമുക്കവിടെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് പത്തനമാറ്റ് സീരിയൽ സെറ്റിലായിട്ടുള്ള നമുക്കുള്ളത്. ഈ ഒരു ചെറിയൊരു പരിചയം വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൻ്റെ ചെറിയ ഒരു പ്രോഗ്രാമിന് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രോഗ്രാമാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം അവർ 7 പേര്, ബിമിത അടക്കം 8 പേരാണ് നമുക്ക് ഇന്നത്തെ വിശിഷ്ട വ്യക്തികളുള്ളത്. അപ്പോൾ ഇവർ 7 പേരും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മുടെ വിമിതയുടെയും അതുപോലെ തന്നെ എൻ്റെയും ഒക്കെ സൗഹൃദത്തിൻ്റെ വിലയാണ് ഇവരിവിടെ എത്തിച്ചേരാനുള്ള കാരണം. ഇനിയിപ്പോൾ നമ്മൾ ഓരോരുത്തരെയായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് കൃഷ് വേണുഗോപാലിനെയാണ്. കൃഷിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ പത്തനമാറ്റ് സീരിയലിലത്തെ മുത്തശ്ശനാണ് ആൾ. 48 വയസ്സ് അല്ലെങ്കിൽ 47 വയസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ കൃഷ് വേണുഗോപാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. എനിക്കടക്കം ഞാൻ ആദ്യം ഈ വയസ്സ് കേട്ടപ്പോൾ വളരെയധികം അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തെ നോക്കി കണ്ടിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെയും ചുക്കാൻ പിടിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്. കാരണം വെച്ചാൽ വയസ്സിന് മൂത്തതല്ലെങ്കിൽ തന്നെ എന്നെക്കാട്ടും വയസ്സിന് താഴെയാണെങ്കിൽ തന്നെ നമ്മുടെ പത്തനമാറ്റിലെ അദ്ദേഹം മുത്തശ്ശനാണ്. അദ്ദേഹത്തിന് അത്ര അറിവും അതിൻ്റെ പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കൃഷ് വേണുഗോപാലിനെ നമ്മുടെ ഈ പുത്തൂരിൻ്റെ 21ാം വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തൊട്ട് ഇപ്പുറത്തിരിക്കുന്നത് അനുഷയാണ്. അനുഷ നമ്മുടെ ഈ പത്തനമാറ്റ് സീരിയലിൽ വളരെ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ പാവമായിട്ടുള്ളൊരു കുട്ടിയാണ്. അതായത് ഒരിക്കലും നമ്മുടെ സീരിയലിൽ വർക്ക് ചെയ്യുന്ന നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആരായാലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അനുഷയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്നത് ഗോപികയാണ്. ഒരു നീലെടുപ്പൊക്കെ ഇട്ടിട്ട് ഗംഭീരമായിട്ടുള്ള സ്റ്റൈലിലൊക്കെയാണ് ഗോപിക ഇരിക്കുന്നത്. എന്തായാലും ഗോപികയ്ക്കും ഞങ്ങളുടെ ഈ പിഞ്ചു പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൻ്റെ 21ാം വാർഷികത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇരിക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറയുമ്പോൾ ഇതിലെ ക്യാരക്ടർ വൈസ് ബിമിതയുടെ മകനായിട്ടാണ് വിഷ്ണു, ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. വിഷ്ണു എന്ന് പറയുമ്പോൾ സീരിയലിലും അദ്ദേഹം ഒരു പാവമാണ്, പക്ഷേ റിയൽ ലൈഫിലും അദ്ദേഹം ഒരു പാവമാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വിഷ്ണുവിനെ മാത്രം ക്ഷണിക്കാനായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. വേറെ എല്ലാവരും വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്നാലും വിഷ്ണുവിനെ മാത്രം ക്ഷണിച്ച് നമ്മുടെ ഒരു പരിപാടി, ഒരു ഗസ്റ്റ് മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തതെങ്കിലും കൂടി പിന്നെ എല്ലാവരും കൂടി ഞങ്ങളൊക്കെ വരുന്നുണ്ട്, എന്താ ഞങ്ങളെ വിളിക്കാത്ത എന്നുള്ള രീതിയിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരണം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊച്ചു വിഷ്ണുവിനെ, നിഷ്കളങ്കനായ വിഷ്ണുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ക്ഷണിക്കാനുള്ളത് രശ്മിയാണ്. രശ്മി എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തനമാറ്റിലെ ആൾ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ രശ്മി നമ്മൾ സംസാരിക്കാനായാലും ആളുടെ പെരുമാറ്റമായാലും ആളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് രശ്മി. രശ്മിയുടെ സ്വഭാവവും അതുപോലെ തന്നെ സീരിയലിലുള്ള സ്വഭാവവും തമ്മിൽ രണ്ടും 2 തരമാണ്. പക്ഷേ ആൾ പാവാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരെയും ക്ഷണം സ്വീകരിച്ചെത്തിയ രശ്മിയെയും നമ്മുടെ ഈ വേദിയിലേക്ക് പുത്തൂരിൻ്റെ 21ാമത്തെ വാർഷികത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് സ്മിതയാണ്. സ്മിത എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നെഗറ്റീവ് ക്യാരക്ടറായിട്ടുള്ളൊരു സംഭവമാണ് ആൾ നമ്മുടെ ഈ പത്തനമാറ്റിൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ് സ്മിത. പലരും നമ്മുടെ സ്മിതയോട് സംസാരിക്കാനൊക്കെ ആയിട്ട് പേടി കാണിക്കും. അതായത് ഇപ്പോൾ രശ്മിനി സ്മിതേനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ പേടിക്കും. കാരണം വെച്ചാൽ ഇവർ വല്ല ചീത്ത പറയുമെന്ന് പേടിച്ചിട്ടാണ്, വേറെ ഒന്നല്ല. അവരെ ക്യാരക്ടറിൻ്റെ ഒരു ലെവൽ വെച്ചിട്ടാണ് ആൾക്കാർ ഇവരെ കാണുന്നത്. അപ്പോൾ ഇവരോട് നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള 2 കുട്ടികൾ. നമ്മുടെ സ്മിതയെയും
നമ്മുടെ ഈ 21-ാം വാർഷികത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരാളും കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളതിൽ നമ്മുടെ ബാക്കിയുള്ളതെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആകാശാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്, ടിറ്റോ ചേട്ടൻ്റെയും ബിമിത ചേച്ചിയുടെയും പ്ലേ സ്കൂളിൻ്റെ പരിപാടിക്ക് ഞാൻ എന്തായാലും എവിടെയായാലും ഞാൻ അവിടെ എത്തിയിരിക്കും, എന്നാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിയിരിക്കും, ഷൂട്ടൊന്നും ഇവിടെ വിഷയമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഏഷ്യാനെറ്റുകാർ ഇത് കേൾക്കണ്ട, എന്തായാലും ഷൂട്ട് പ്രശ്നം തന്നെയാണ്. എന്നാലും ആകാശടക്കമുള്ള 7 പേരും ഇവിടെ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ആകാശിനെ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണുള്ളത്. ആകാശ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇതിൽ നെഗറ്റീവ് ക്യാരക്ടറാണ് ആകാശ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയണ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യായാലും എനിക്ക് തോന്നുന്നത് നല്ലൊരു ഭക്തനാണ്, ഗുരുവായൂരപ്പൻ്റെ ഒക്കെ നല്ലൊരു ഭക്തനാണ് ആൾ. ഇവിടെ വന്ന ആ സാഹചര്യത്തിൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് അവർ നാളെ പോകുന്നുള്ളൂ. അപ്പോൾ ആകാശ് ഭയങ്കര ഒരു ഭക്തനാണ്. പിന്നെ ആകാശ് നല്ലൊരു ഡാൻസറാണ്. എനിക്ക് തോന്നുന്നത് ആകാശിൻ്റെ ചെറുപ്പം മുതലേ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആകാശിനെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ആർദ്രമായി ക്ഷണിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് 2 പേരെയും കൂടി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാനുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റില്ല, നമ്മുടെ ഏതാവശ്യങ്ങൾക്കും പാവർട്ടിക്കാരെ എല്ലാവരെയും ആശ്രയിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് റെജീന മാഡം ഇവിടെ എന്താ പറയുക, തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റെജീന മാഡത്തിനെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള റെജീന മാഡത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ 6-ാം വാർഡിൻ്റെ സ്വന്തം സിൽജി മാഡം, 6-ാം വാർഡിൻ്റെ എന്ത് കാര്യത്തിനും, പ്രത്യേകിച്ച് നമ്മുടെ പ്ലേ സ്കൂളിൻ്റെ എന്ത് കാര്യത്തിന് പറഞ്ഞാലും, ഇപ്പോൾ കുട്ടികൾക്ക് പോളിയോ കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഒഫീഷ്യലായിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് 6-ാം വാർഡിൻ്റെ സിൽജി മെമ്പറിനോട് നമുക്ക് പറയാൻ പറ്റും. അവർ പെട്ടെന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്ത് കാര്യത്തിനും നമുക്ക് സിൽജി മാഡത്തിനെ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സഹകരണമുള്ള സിൽജി മാഡത്തിനെയും നമ്മുടെ ഈ 21-ാം വാർഷികത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ 21-ാം വാർഷികത്തിൻ്റെ പ്രോഗ്രാമുകൾ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൻ്റെ 21-ാം വാർഷികത്തിൻ്റെ തിരിതെളിയിക്കൽ കർമ്മം നടക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് 7 വിശിഷ്ടാതിഥികൾ, ആർട്ടിസ്റ്റുകളടക്കം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് റെജീന മാഡാണ് ആദ്യം നമുക്ക് വേണ്ടിയിട്ട് വിളക്ക് തെളിയിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും കയ്യടിയോടുകൂടിയിട്ടാണ് നമ്മൾ റെജീന മാഡം നമ്മുടെ വിളക്ക് തെളിയിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ പത്തരമാറ്റിൻ്റെ മുതുമുത്തച്ഛൻ, നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട കൃഷ് വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഡോക്ടർ കൃഷ് വേണുഗോപാൽ നമ്മുടെ 21-ാം വാർഷികത്തിൻ്റെ തിരിതെളിക്കുകയാണ്. നമ്മുടെ പത്തരമാറ്റിലെയും കാരണവരായിട്ടുള്ള ആളാണ് കൃഷ് വേണുഗോപാൽ. ഒപ്പം നമുക്ക് അടുത്തതായിട്ട് തിരിതെളിയിക്കാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്നത് 6-ാം വാർഡ് മെമ്പർ സിൽജിയെയാണ്. സിൽജി നമുക്ക് വേണ്ടി തിരിതെളിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ തിരിതെളിയിക്കുന്നത് നമ്മുടെ സ്വന്തം ആകാശാണ്. ആകാശും അനുഷയും കൂടിയിട്ടാണ് ഇവിടെയും തിരിതെളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെയും അവർ പെയറാണ്. നെഗറ്റീവ് ക്യാരക്ടർ ആയാൽ കൂടി അത് രണ്ടാളും അവിടെയും പെയറാണ്. അപ്പോൾ ആകാശിനെയും അനുഷയെയും ഒപ്പം തിരിതെളിയിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടുള്ള രശ്മി ആണ്, നമുക്ക് സുന്ദരിയായിട്ടുള്ള രശ്മി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ മുടിയൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ ആളെയാണ് പിന്നെ നമ്മൾ തിരിതെളിയിക്കാനൊക്കെ ആയിട്ട് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഇതേപോലെ തന്നെ വേറൊരു പോസിറ്റീവ് പെയറാണ് വിഷ്ണു, അതുപോലെ തന്നെ ഗോപിക. ഇവർ രണ്ടാളാണ് പിന്നീട് തിരിതെളിയിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിതെളിയിക്കുന്നു സ്മിതയാണ്. സ്മിത വളരെ സുന്ദരിയായിട്ടുള്ള സ്മിത നമുക്ക് വേണ്ടി തിരിതെളിയിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ നമ്മുടെ പ്രിൻസിപ്പാളും മാനേജറും കൂടിയിട്ട് ഞാൻ തന്നെ, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തിരിതെളിയിക്കുകയാണ്.